അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും മജ്ലിസുൽ ഈമാനിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 14-ാമത്തെ ദിവസമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ധാരാളം ദിക്റുകൾ ചൊല്ലേണ്ട, സ്വലാത്തുകൾ ചൊല്ലേണ്ട, ആരാധനകൾ ചെയ്യേണ്ട മനോഹരമായ സമയമാണ്. ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസുലാക്കി തരട്ടെ. എല്ലാ സ്വപ്നങ്ങളും സഫലീകരിച്ചു തരട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു കാവല് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും, മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു കാവല് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ദിക്റുകൾ കൂടെ ചൊല്ലുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അള്ളാഹുവിനോട് പറയാനുണ്ടെങ്കിൽ അത് മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. ആമീൻ എന്ന് കമന്റ് ചെയ്യുക, ആമീൻ എന്ന് പറയുക. അള്ളാഹു കബൂലാക്കട്ടെ. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ നമ്മുടെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, നിന്നോടുള്ള സ്നേഹം ഞങ്ങളുടെ മനസ്സിൽ ഏറ്റി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ദിക്റുകൾ ചൊല്ലുകയാണ്, കബൂലാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ ഉദ്ദേശങ്ങൾക്ക് നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരാണ്, നിറവേറ്റി നൽകണേ അല്ലാ. രോഗങ്ങളുള്ളവരുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, വീട് പണി നടക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണ് അല്ലാ. എല്ലാ കാര്യങ്ങളിലും ഖൈർ നൽകണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ അകറ്റി നൽകണേ അല്ലാ. പടച്ചവനെ, ഈ മജ്ലിസ് അവസാനം വരെ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. കഴിയുന്നത് വരെ നിന്റെ ഓർമ്മ, ഈമാൻ ഞങ്ങളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യമായി ഹബീബായ മുത്തുനബിയുടെ പേരിൽ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുകയാണ്. 3 ഫാത്തിഹ സൂറത്ത്. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ അല്ലാ,
ഖബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ സവാബിനെ ഹബീബായ മുത്തുനബിയിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഹബീബായ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റു നൽകണേ അല്ലാ. റൗള ശരീഫ് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ആ റൗളയിൽ ചെന്ന് സലാം പറയാൻ, റൗളയിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഹബീബായ മുത്തുനബിയുടെ പുണ്യനാടായ മദീന കൺകുളിർക്ക കണ്ടാസ്വദിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വർഗത്തിലെ നിധി എന്ന ദിക്റാണ്. അത്ഭുതങ്ങൾ നിറഞ്ഞ, ഒരു മജ്ലിസിലും ഒഴിവാക്കാൻ പറ്റാത്ത ദിക്റാണ്. അത്രയും പവറുള്ള, അത്രയും മഹത്വമുള്ള ഒരു ദിക്ർ. എല്ലാവരും ഈമാനോടുകൂടെ ചൊല്ലുക. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകട്ടെ, അല്ലാഹു പരിഹാരം നൽകട്ടെ. لا حول ولا قوة إلا بالله، 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 لا حول ولا قوة إلا بالله. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, സ്വർഗത്തിലെ നിധിയാകുന്ന ഈ മനോഹരമായ ദിക്ർ ചൊല്ലിയത് ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്, നിറവേറ്റിത്തരണേ അല്ലാ. പടച്ചവനെ, മക്കളുടെ കല്യാണം, വീട് പണി, അതുപോലെ മറ്റുള്ള സ്വപ്നങ്ങൾ, ജോലി, അതുപോലെ കുടുംബ ബന്ധങ്ങളിലെ ഒരുമ, ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് അല്ലാ. ഞങ്ങളുടെ ഹൃദയം അറിയുന്ന നാഥാ, പരിശുദ്ധമായി മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങൾക്കൊക്കെ ശിഫാ നൽകണേ അല്ലാ, സമ്പത്ത് നൽകണേ അല്ലാ, കടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ഇഹത്തിലും പരത്തിലും ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ, ഖബറിൽ ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്, നമുക്കറിയുന്ന കാര്യമാണ്. ഏതൊരു കാര്യവും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു നിറവേറ്റി തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ العظيم أستغفر الله 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 العظيم
റഹ്മുറഹീമായ രാജ സയ്യിദായ അല്ലാഹ് ഖബൂലാക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ അറിവില്ലാതെ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടിയവരാണ്. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. പാപികളായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സൂഉൽ ഖാത്തിമയാണ്. ഞങ്ങൾക്ക് ഖൈറുള്ള മരണം നൽകണേ അല്ലാഹ്, ഖൈറുള്ള മരണം നൽകണേ അല്ലാഹ്. കലിമ ചൊല്ലിയുള്ള മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് മുറാദുകൾ ഉള്ളവരാണ്, ഹസ്ലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ്. സ്വപ്നങ്ങളൊക്കെ സഫലീകരിച്ചു തരണേ അല്ലാഹ്. രോഗങ്ങൾക്കൊക്കെ ശിഫാ നൽകണേ അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഹബീബായ മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്താണ്. സ്വലാത്തിന്റെ മഹത്വം നമുക്കറിയുന്നതാണ്. ഇരിക്കുന്ന സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ ആ സദസ്സിൽ ബറക്കത്തില്ല എന്നതാണ്, ഇജാബത്തില്ല എന്നതാണ്. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ മുത്തുനബിയിലേക്ക് അത് എത്തിക്കണേ റഹ്മാനെ. അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. നാളെ പാരത്രീക ലോകത്താരും സഹായിക്കാനില്ലാത്ത സമയത്ത് അവിടുത്തെ ഉമ്മത്തിന് ശഫാഅത്ത് നൽകുമ്പോ ഞങ്ങളെയും അതിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഹബീബിനെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, പക്ഷേ നബിയോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ വല്ലാണ്ട് വർദ്ധിപ്പിച്ചു നൽകണേ അല്ലാഹ്. നാളെ സ്വർഗത്തിൽ വെച്ച് ഹബീബായ മുത്തുനബിയെ കണ്ണേറയെ കാണാൻ, അവിടുത്തെ മുസാഫഹത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്, മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ദിക്റാണ്. ഈ ദിക്റിന്റെ പ്രത്യേകത, ഏതൊരു പ്രതിസന്ധിയിലും അള്ളാഹുവിനെ നാം വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ്. രോഗം,
സാമ്പത്തിക ബുദ്ധിമുട്ട്, കടങ്ങൾ, മക്കളെ കൊണ്ട്, അയൽവാസികളെ കൊണ്ട്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ, കുടുംബങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, ജോലി തിരക്കിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, ജോലി ഇല്ലാത്ത പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ദിക്ർ വലിയ ഒരു ആശ്വാസമാണ്, ഒരു വലിയ സമാധാനമാണ്. അള്ളാഹു ഖബൂലാക്കട്ടെ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടിരിക്കുകയാണ്. നിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല റഹ്മാനേ. ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന കുടുക്കിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടാനുള്ള സമ്പത്ത് നൽകണേ അല്ലാ. വലിയ മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്, ശിഫാ നൽകണേ അല്ലാ. പടച്ചവന്, രോഗിയായി നരകിച്ചുള്ള ബുദ്ധിമുട്ടിയുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. പടച്ചവനെ, ഷുഗർ കാരണം, പ്രഷർ കാരണം, മറ്റു രോഗങ്ങൾ കാരണം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ലാ. ആരോഗ്യവും നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സർവ്വതും നൽകിയ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ലോകപ്രശസ്തനാക്കിയ, മറ്റുള്ള അമ്പിയാക്കൾക്കൊന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ നൽകിയ ഒരു ദിക്റാണ്. അള്ളാഹു ഖബൂലാക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ. ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള സകല കാര്യങ്ങളും അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ ഖബറിൽ ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ. നാളെ പാരത്രിക ലോകത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. 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 ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇബ്രാഹിം നബിക്ക് സന്തോഷവും സമാധാനവും പ്രശസ്തിയും നൽകിയതുപോലെ ഞങ്ങൾക്കും നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ.
പടച്ചവനെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ബർസഖിയായ ജീവിതം വിജയത്തിലാക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. ഇബ്രാഹിം നബിയുടെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. ഇബ്രാഹിം നബിയെ നിന്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തതുപോലെ നിന്നോടുള്ള സൗഹൃദം ഞങ്ങളുടെ മനസ്സിലും ഊട്ടി ഉറപ്പിക്കണേ അല്ലാ. നിന്നെ സ്നേഹിക്കുന്ന അടിമകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഏറ്റവും മഹത്വമുള്ള ദിക്റുകളുടെ രാജാവായ അള്ളാഹുവിന്റെ തൗഹീദിനെ, അള്ളാഹുവിന്റെ ഏകത്വത്തെ വിളിച്ചോതുന്ന അതിമനോഹരമായ ദിക്റാണ്. അള്ളാഹു കബൂലാക്കട്ടെ. മരിക്കുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഖബറിൽ അള്ളാഹു വിജയം നൽകട്ടെ. പാരത്രിക ലോകത്ത് അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, മക്കള്, പേരമക്കള്, അയൽവാസികൾ, നാട്ടുകാർ, നമ്മെ സ്നേഹിച്ചിരുന്നവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു പരിശുദ്ധമായി ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, لا إله إلا الله 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 لا إله إلا الله. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. മരണം വരെ ഞങ്ങളുടെ മനസ്സിൽ ഈമാൻ നൽകണേ അല്ലാ. ഹിദായത്തിൽ നിന്ന് വഴിപിഴച്ചു പോകുന്ന ഒരവസ്ഥയും ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. പടച്ചവനെ, പരിശുദ്ധമായ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മരണസമയം കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. കലിമ ചൊല്ലി മരിച്ച് നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളുടെ ഇഹലോക ജീവിതം ഖൈറിലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഖബർ ജീവിതം ഖൈറിലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, ഞങ്ങളെ സ്നേഹിച്ചിരുന്നവർ ഒക്കെ ഖബറിന്റെ ഉള്ളിലുണ്ട് നാഥാ. അവരുടെ ഖബറിടങ്ങൾ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. ഖബർ ശിക്ഷയിൽ നിന്ന് കാക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഹംദാണ്, അള്ളാഹുവിനുള്ള സ്തുതിയാണ്. ഒരടിമയുടെ ഏറ്റവും നല്ല കാര്യം അവൻ അള്ളാഹുവിനെ എപ്പോൾ സന്തോഷമുണ്ടായാലും അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നവനായിരിക്കും. വലിയ മഹത്വമുള്ള ദിക്റാണ്. അള്ളാഹു ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. സ്വീകരിക്കണേ അല്ലാ. നിന്നോട് നന്ദിയുള്ള അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വീട് തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, കുടുംബങ്ങളുണ്ട്. റഹ്മാനെ, നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതം ഖൈറിലാക്കണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. ആ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ നൽകിയാൽ നന്ദിയുള്ളവരാക്കണേ അല്ലാ. അഹങ്കാരികളാക്കല്ല അല്ലാ.
പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയുന്ന ദിക്റാണ്. വലിയ മഹത്വമുള്ള ദിക്റാണ്. يا رحمن يا الله 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 يا رحمن يا الله. പടച്ചവനെ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. നിന്റെ കാരുണ്യം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യം നിന്റെ കാരുണ്യമാണ്. ഞങ്ങളുടെ മക്കളും കുടുംബവും ഞങ്ങളുടെ ജീവിതവും നിന്റെ കാരുണ്യമാണ്. പടച്ചവനെ, ഒരു നിമിഷം ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനും നിന്റെ കാരുണ്യമാണ്. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഓരോ വറ്റും ഞങ്ങൾക്ക് നൽകിയ കാരുണ്യമാണ്. ഞങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഓരോ തുള്ളി രക്തവും നീ ഞങ്ങൾക്ക് നൽകിയ കാരുണ്യമാണ്. ഞങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റല്ല അല്ലാ. നിന്റെ കാരുണ്യം ഞങ്ങളിൽ നിന്നെടുത്ത് കളയല്ല അല്ലാ. നിന്റെ കരുണയില്ലാതെ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ ജീവിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. റഹ്മാനേ, ഞങ്ങളിൽ കരുണ വർദ്ധിപ്പിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ മനോഹരമായിട്ടുള്ള, അള്ളാഹു മാപ്പ് നൽകുന്നവനാണ്, രാജാതിരാജനായ അടിമ, അള്ളാഹു അടിമകൾക്ക് മാപ്പ് നൽകുന്നവനാണ് എന്ന മനോഹരമായിട്ടുള്ള അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട നാമമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. യാ ഗഫൂറു യാ അല്ലാഹ് 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 യാ غفور يا الله يا 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 غفور يا الله. പടച്ചവനെ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ മാപ്പിലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ ഞങ്ങൾ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾ കാരണം ഞങ്ങളെ ദുനിയാവിൽ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദുനിയാവിൽ പരീക്ഷിക്കല്ല അല്ലാ. നല്ല നാളെ പാരത്രീക ലോകത്ത് ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ. പ്രിയമുള്ളവരെ, ഇനി ചൊല്ലുന്നത് അള്ളാഹുവിന്റെ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹു മാർഗങ്ങൾ തുറന്നു തരുന്നവനാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദുർഘടങ്ങളും എല്ലാ വഴികളും എളുപ്പമാക്കി തരുന്നവൻ എന്ന് പറയുന്ന എന്നർത്ഥമുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ദിക്റാണ്. എല്ലാവരും കൂടെ ചൊല്ലുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ നിയ്യത്ത് ചെയ്തിട്ട് അള്ളാഹുവേ എളുപ്പമാക്കി തരണേ അല്ലാ. മക്കളെ കല്യാണം മുന്നിലുണ്ട്, മക്കളുടെ വിദ്യാഭ്യാസം മുന്നിലുണ്ട്, ഒരു ബിസിനസ് പ്ലാന് മുന്നിലുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വഴി എളുപ്പമാക്കി തരണേ അല്ലാ. യാ ലത്തീഫ് യാ അല്ലാഹ് يا لطيف يا الله 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 يا لطيف يا الله. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമാകുന്ന നിന്റെ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ വഴിയൊക്കെ എളുപ്പമാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കരുതിയിരിക്കുകയാണ്. അതിലേക്കുള്ള ഞങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴി എളുപ്പമാക്കി തരണേ അല്ലാ.
പഠിച്ചവനെ, ഞങ്ങൾ ഒരുപാട് ഓപ്പറേഷൻ കാത്തു നിൽക്കുന്നവരുണ്ട്, ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുണ്ട്, മക്കളുടെ കല്യാണം കാത്തു നിൽക്കുന്നവരുണ്ട്, അല്ലാഹുവേ വീട് പണി പാതി വഴിയിലായി നിൽക്കുന്നവരുണ്ട്, ജോലി അന്വേഷിക്കുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും മാർഗം എളുപ്പമാക്കി തരണേ അല്ലാ. അവസാനം ലക്ഷ്യസ്ഥാനത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ അതിമഹത്തായ ഒരു നാമമാണ്, ഒരു ഇസ്മാണ്. എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ്. വെറും നൽകലല്ല, വാരിക്കോരി നൽകുന്നവൻ. എത്ര ചോദിച്ചാലും ഒരുപക്ഷെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നൽകുന്നവൻ, ചോദിച്ചു കഴിഞ്ഞാൽ എന്തും നൽകാൻ കഴിവുള്ളവൻ, യാതൊരു മടിയുമില്ലാത്തവൻ. അത്രത്തോളം മഹത്വമുള്ള ഒരു ഇസ്മാണ്. യാ റസ്സാഖു യാ അല്ലാഹ്, 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 യാ റസ്സാഖു യാ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് എന്തൊക്കെയാണ് കുറവുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല, എന്തൊക്കെ മാനസിക ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾക്കുള്ളതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏതാണ് ഖൈറ് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയില്ല. റഹ്മാനേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എന്തും നൽകുന്ന നാഥ, ഞങ്ങൾക്ക് ഖൈറ് മാത്രം നൽകണേ അല്ലാ. ഒരാപത്ത്, മുസീബത്ത്, അപകടങ്ങളിൽ നിന്നും ഞങ്ങൾക്കൊന്നും നൽകല്ല അല്ലാ. പ്രിയമുള്ളവരെ, നമ്മൾ അവസാനമായിട്ട് ചൊല്ലുന്നത് ഖബറിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മനോഹരമായ ദിക്റാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നരകശിക്ഷയെയാണ്. നിസ്കരിക്കാത്തവർ, കള്ളു കുടിക്കുന്നവർ, മദ്യത്തിന് അടിമപ്പെട്ടു പോയവർ, ഹറാമു ജീവിതത്തിൽ നിത്യമാക്കിയവർ, അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലാഹ്, കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ പെടുത്തിക്കളയല്ല അല്ലാഹ്. اللهم أجرني من النار، 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 اللهم أجرني من النار. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ തമ്പുരാനേ, നരകത്തിൽ പെടുത്തല്ല അല്ലാ. പടച്ചവനെ, ആ കത്തിയാളുന്ന നരകത്തിന്റെ ഭീകരത ഓർക്കാൻ കൂടെ കഴിയുന്നില്ല. റഹ്മാനേ, ഞങ്ങൾക്ക് നരകമാണ് വിധിച്ചിട്ടുള്ളത് എങ്കിൽ പരിശുദ്ധമായ ഈ ദിക്റിന്റെ, ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഖൈറുള്ള ജീവിതം നാളെ പരത്രീക ലോകത്ത് നൽകണേ അല്ലാ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ പരാജയപ്പെടുത്തല്ല അല്ലാ. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ആമീൻ പറയുക. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർ റഹീമായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ധാരാളം ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, ഖുർആൻ ഓതി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് നൽകണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്.
പടച്ചവനെ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ധാരാളം ദിക്റുകൾ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. സ്വലാത്തുകൾ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് അനേകമായിരം ദിക്റുകൾ ചൊല്ലി ഈമാനോടുകൂടെ ഒരു വലിയ നന്മയുടെ കെട്ടുമായി ഖബറിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. മുറാദുകൾ ഹസ്ലാക്കി തരണേ അല്ലാ. സ്വപ്നങ്ങളൊക്കെ നിറവേറ്റി തരണേ അല്ലാ. മക്കളുടെ കല്യാണം നടക്കാൻ വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ജോലി അന്വേഷിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ പാതി വഴിയിൽ നിർത്തിവെച്ചതുണ്ട്. മനസ്സിൽ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ദിക്റുകളുടെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാ. മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ വരുമാനത്തിൽ, ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ ബിസിനസ്സുകളിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സമ്പത്ത് നിലനിർത്തി തരണേ അല്ലാ. കടക്കാരാക്കല്ല അല്ലാ. പടച്ചവനെ, എത്രയോ ആളുകളാണ് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര്. അല്ലാഹുവേ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടികൾ വരെ കടങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ, അവരുടെ മാനസികാവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല റഹ്മാനേ. കടങ്ങളൊക്കെ പെട്ടെന്ന് കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജനാസ വീട്ടിൽ നിന്നെടുക്കുന്ന സമയത്ത് റഹ്മാനെ, ഞങ്ങളെ കടക്കാരാക്കല്ല അല്ലാ. ഞങ്ങളുടെ ജനാസ ഇങ്ങനെ വീട്ടിൽ നിന്നെടുക്കുമ്പോ കടക്കാര് വന്നിട്ട് ഞങ്ങളുടെ കടം വീട്ടിയിട്ട് ജനാസ എടുത്താൽ മതി എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. അല്ലാഹുവേ, സാമ്പത്തിക പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. ശിഫാ നൽകണേ അല്ലാ. ഷുഗർ ഉള്ളവരുണ്ട്, പ്രഷർ ഉള്ളവരുണ്ട്, അറ്റാക്ക് ഉള്ളവരുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്, കിഡ്നി രോഗമുള്ളവരുണ്ട്. റഹ്മാനെ, പേരറിയുന്നതും അറിയാത്തതുമായ അനേകമായിരം അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്, വേദനിക്കുന്നവരാണ്, നീറിപ്പുകയുന്നവരാണ്. നാദാ, എല്ലാം റാഹത്തിലാക്കണേ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. മരിക്കുന്ന ആ അന്ത്യനിമിഷം വരെ മറ്റൊരാളെയും പ്രയാസപ്പെടുത്താതെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പറഞ്ഞതനുസരിക്കുന്ന ദീനുള്ള നിസ്കരിക്കുന്ന മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാ. ലഹരിക്കടിമപ്പെടുത്തല്ല അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാർക്ക് നല്ല റാഹത്തുള്ള പ്രസവം, നല്ല ആരോഗ്യമുള്ള മക്കളെയും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, മാതാപിതാക്കൾ മക്കൾക്കിടയിൽ നല്ല സ്നേഹം നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. പിണക്കങ്ങളൊക്കെ ഇണക്കമാക്കണേ അല്ലാ. പടച്ചവനെ, മനസമാധാനത്തോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ വീടുകളിൽ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. എല്ലാ സാഹിരീങ്ങളുടെ സിഹറിൽ നിന്നും, വാലിമീങ്ങളുടെ അക്രമങ്ങളിൽ നിന്നും, ശൈത്വാനീയത്തിൽ നിന്നും ഞങ്ങളുടെ വീടുകളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ബന്ധങ്ങളെയും കാത്തു രക്ഷിക്കണേ അല്ലാ. അവസാനം മരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഈമാനോടെ കലിമ ചൊല്ലി ഞങ്ങൾക്ക് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, യാത്ര പറയാതെയുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, കൂട്ടുകുടുംബങ്ങൾ, അവരുടെ ഖബറിടങ്ങൾ സ്വർഗമാക്കണേ അല്ലാ. പാവങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന, താലോലിച്ചിരുന്ന, ഞങ്ങളുടെ കൂടെ ജീവിച്ചിരുന്നവരാണ് നാഥാ. അവരുടെ ഖബറിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റഹ്മാനേ.
അല്ലാഹുവേ അവരുടെ ഖബറുകളിലേക്ക് സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. മാപ്പ് നൽകണേ അല്ലാ. അവരുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണേ അല്ലാ. നാളെ പാരത്രീക ലോകത്ത് അവരെ കണ്ടുമുട്ടാൻ, സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മഹ്ശറയുടെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ മഹ്ശറയുടെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാ. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ അല്ലാ, മീസാനിൽ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. സിറാത്തുൽ മുസ്തഖീമിൽ വിജയിപ്പിക്കണേ അല്ലാ. ഹിസാബിൽ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. നാളെ പാരത്രീക ലോകത്തെ സകല മഹ്ശറയിലെ സകലമാന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. നരകത്തിലേക്ക് പോകുന്ന ആളുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ സ്വർഗീയമാകുന്ന മനോഹര ലോകത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, കൂട്ടുകുടുംബങ്ങൾ, പ്രിയപ്പെട്ടവർ, ഞങ്ങളെ സ്നേഹിച്ചിരുന്നവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ അയൽവാസികൾ എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി സന്തോഷിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. പരിശുദ്ധമായ മുഹറത്തിന്റെ ബറക്കത്ത് കൊണ്ട്, അനേകമായിരം ചരിത്രങ്ങൾ ഉറങ്ങുന്ന പവിത്രമായ ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഖബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. എല്ലാ ദിവസവും ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.